ഞാനും അമ്മയും കൂടെ പുറത്തു പോകണം. പക്ഷെ ഞങ്ങൾ മാത്രമല്ല പുറത്തു പോകണം, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അമ്മയും കുഞ്ഞേയും അനിയന്മാരും എല്ലാവരും. നമ്മൾ പുഞ്ചഗിരിയിൽ വന്ന എവിടെയാണ് പുഞ്ചഗിരി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ പുഞ്ചക്കരിയിലോട്ടാണ് പോയത്. കാരണം വൈകുന്നേരം പോകാൻ പറ്റിയ ഒരു വൈബ് സ്ഥലം എന്ന് വെച്ചാൽ പുഞ്ചക്കരിയായിട്ട് തോന്നി കേസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ അവിടെ വിട്ട് മേയും കുഞ്ഞും കൂടെ എന്തൊക്കെയോ ലോകകാര്യങ്ങൾ പറഞ്ഞാണ് പോണത്. പിന്നെ ചേട്ടൻ ക്യാമറ കണ്ടപ്പോൾ ചിരിച്ചാൻസ് നോക്കിയപ്പോൾ അവന്മാർ രണ്ടെണ്ണം കൂടെ അവിടെ എന്തൊക്കെയോ പറഞ്ഞ അടി ഉണ്ടാക്കണം, ഇടയ്ക്ക് പിടിച്ച് മാറ്റാൻ അവനും. പിന്നെ അവിടെ ഒരു പോത്തിനെ കണ്ടു. പോത്തിൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കേസ്, പക്ഷെ പോത്തിന് മനസ്സിലാവില്ലെന്ന് തോന്നുന്നു, പോത്താണെന്ന് തോന്നുന്നു. പിന്നെ അവൻ പറയുന്നു ചേച്ചി ചെരുപ്പ് അവിടെ പോയി എടുക്കാൻ പോലും പറ്റൂലല്ലോ എന്ന്. പിന്നെ അവിടെ ഒരു പാലമുണ്ട് കേസ്, അവിടെ പോകാനാണെങ്കിൽ മാക്കനെ നടക്കണത്. ഞാൻ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുറേ താറാവും ഇങ്ങനെ കൂട്ടം കൂടി പോകണം, അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയില്ലേ. അപ്പോൾ ഞങ്ങൾ ആ പാലത്തിൻ്റെ അവിടെ എത്താറ് ഇതോ അങ്ങോട്ട് പോകണമെന്ന് പറയും. അപ്പോഴത്തേക്ക് അവർക്ക് രണ്ടുപേരും കൂടെ വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അമ്മയ്ക്ക് വെള്ളം തായ്ക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവന്മാർ രണ്ടെണ്ണം അമ്മയും കുഞ്ഞും നേരത്തെ അവിടെ എത്തി കേസ്. പിന്നെ ഞാൻ അവന്മാരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. അവന്മാർ എൻ്റെ അടുത്ത് ഭയങ്കര അനുസരണമായിട്ട് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും കേസ്. അങ്ങനെ ഞാൻ അവന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവന്മാരെ അവിടെ എന്തോ പറക്കണം കേസ്. പിന്നെ അവന്മാരെയൊക്കെ അതിൻ്റെ അകത്ത് കിളി കൂട് വെക്കും കേസ്. ഞാൻ അതൊക്കെ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് അവ ഒരു കായും കൊണ്ടുവരണം ചേച്ചി ഇത് തിന്നട്ടാന്ന്. അപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അവർ 2 സ്റ്റെപ്പൊക്കെ ഇടണം കേസ്. അന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് അമ്മ അപ്പുറത്തെ പാലത്ത് പോയിരിക്കണം. അമ്മയെ വിളിച്ച് ഇപ്പുറത്തെ പാലത്തിലോട്ടാക്കി ഞങ്ങളെല്ലാവരും അവിടെ അങ്ങനെ കയറിയത്. അപ്പോഴത്തേക്ക് അവിടെ പാടത്ത് വിത്തിടാൻ ഒരു 2-3 ചേട്ടന്മാർ വന്ന കേസ്. പിന്നെ അതും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവ എന്നെ ഒരു പ്രാവശ്യം എടുത്ത്. അപ്പോൾ ഒരു പ്രാവശ്യം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും എന്നെ എടുക്കുക. അപ്പോൾ അത് വീഡിയോ എടുക്കാമല്ലോ കേസ്. അപ്പോൾ അവൻ വീണ്ടും എന്നെ എടുത്ത്. പിന്നെ ഒന്ന് ഇരുട്ടാറായപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ച് കേസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുപാട് ഇരുട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ തിരിച്ചു വരണ വഴിക്ക് നമ്മൾ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ഥിര സ്പോട്ടിൽ കയറി ഇനി മുട്ട കഴിക്കണം കേസ്. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഇന്ന് താറാ മുട്ടയും നാടൻ മുട്ടയും രണ്ട് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ മണപ്പിച്ചൊക്കെ നോക്കണം കേസ്. അതൊക്കെ കഴിഞ്ഞതോ അത് മുട്ട പൊട്ടിക്കണം. മുട്ട പൊട്ടിച്ച് ചേട്ടൻ്റെയും മുട്ട കൊണ്ടുവന്ന്. അപ്പോഴത്തേക്ക് അതിൽ നിന്ന് അവന്മാർക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവന്മാർക്കും കൊടുത്ത് ഞാനും കഴിച്ച് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് തിരിക്കും. മുട്ട ഇതാ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ആഫ്റ്റർ എക്സ്പ്രഷനാണ് ഇത്. ആർക്കും ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരമനയിലെ ജ്യൂസ് എന്ന് പറഞ്ഞ ജ്യൂസ് കടയിലോട്ട് പോയി. അവിടെ ചെന്ന് എല്ലാവർക്കും ഫ്രൂട്ട് സർബത്ത് ഓർഡർ ചെയ്തേ. അപ്പോൾ എനിക്ക് വേണ്ടതൊന്നും ഞാൻ ഓർഡർ ചെയ്തില്ല, പക്ഷേ എനിക്ക് തന്നേ കേസ് അവൻ്റെ എന്ന് ഞാൻ കുടിച്ച്. അപ്പോൾ അമ്മ അവനും വെച്ചു കൊടുത്ത്. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ കുഞ്ഞേരെ വീട്ടിലോട്ട് പോയി. കുഞ്ഞേരെ വീട്ടിൽ പോയി ചേട്ടൻ എനിക്ക് ചോറ് വരുത്തുന്നു, എനിക്ക് വിശന്ന് കേസ്. അപ്പം നല്ല മീൻകറി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ് ഈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.